എല്ലാവർക്കും നമസ്കാരം. ഹര മഹാദേവ്. ഒരിക്കലും അവസാനിക്കാത്ത യാത്രയുടെ പുതിയൊരു ലോകത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എൻ്റെ പേര് ശരത്. എൻ്റെ പേര് ശ്രദ്ധ. ഞങ്ങളിപ്പോൾ ഉള്ളത് പുഷ്കർ നഗരത്തിലാണ്. പുഷ്കർ നഗരം അതായത് രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും 150 കിലോമീറ്റർ മാറിയുള്ള അതിപുരാതനവും ചരിത്ര പ്രാധാന്യവും ഉള്ള ഒരു ചെറിയൊരു നഗരമാണ്. ഏകദേശം 40,000-50,000 ആളുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ് പുഷ്കർ സിറ്റി. 2000-ലധികം വർഷം പഴക്കമുള്ള ബ്രഹ്മദേവന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്ന നഗരം അതാണ് പുഷ്കർ. ബ്രഹ്മദേവന്റെ കയ്യിൽ നിന്നും പുഷ്പം ഭൂമിയിൽ പതിച്ച് ഈ നഗരം രൂപപ്പെട്ടു എന്നാണ് കഥ. പുഷ്പം, കരം എന്നുള്ള വാക്കുകളിൽ നിന്നാണ് ഈ നഗരത്തിന് പേര് വന്നിരിക്കുന്നത്. വേദവ്യാസൻ മഹാഭാരതം എഴുതിയതും വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്തതും 1000-ഓളം അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പുഷ്കർ നഗരത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ബിസിനസ് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പുഷ്കർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 റിലീജിയസ് പ്ലേസുകളിൽ ഒന്നുമായി പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ പിതാവിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഇതിന്റെ തുടർക്കഥയായിട്ടാണ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ശ്രീ ശാസ്ത്രിജി, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ ചിതാഭസ്മം ഇവിടെ നിമജ്ജനം ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ പുഷ്കറിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊക്കെ പുറമെ പുഷ്കറിനെ രാജ്യാന്തര തലത്തിൽ ഫേമസ് ആക്കുന്നത് ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാമൽ ഫെയർ ആയ പുഷ്കർ മേളയാണ്. പിന്നെയുള്ളത് പുഷ്കറിലെ ഹോളി. അതൊരു വേറെ ലെവൽ വൈബ് തന്നെയാണ് മക്കളെ. അപ്പോൾ ഈ വൈബ് കാഴ്ചകളെല്ലാം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. യുവരാജ് ഫ്ലോർ എന്ന ഈ റിസോർട്ടിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കുള്ള സ്റ്റേ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസ് എന്ന് കടന്ന് നേരെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പച്ചപ്പുല്ലെല്ലാം വെട്ടി സെറ്റാക്കിയിട്ടുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇത്രയും വലിയ ലോണാണുള്ളത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പൺ എയർ ഫംഗ്ഷനും അതുപോലെ നൈറ്റിലുള്ള DJ പാർട്ടീസ് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ ആക്ച്വലി കോട്ടേജസ് ഏരിയയിലോട്ട് ഇറങ്ങുന്നത്. അത് കുറച്ച് താഴത്തേക്കാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോൾ ഇത് തന്നെയാണ് പുല്ലും പരിപാടികളും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2-3 കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇവിടെയാണ് കോട്ടേജസ് വരുന്നത്. 8-10 കോട്ടേജാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഓരോരോ ചെറിയ ഹട്ട് പോലെയുള്ള ചെറിയ റൂംസാണ് വരുന്നത്. അതായത് ഒരു കോട്ടേജിൽ ഒരു റൂമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റൂമാണ് ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാമൽ ഫെസ്റ്റിവൽ നടക്കുന്ന പുഷ്കർ മേളയുടെ ഗ്രൗണ്ടാണ് ഇത്. ഇതിപ്പോൾ ഫുള്ള് കാലിയാണ്. ഏകദേശം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇതുപോലെ കംപ്ലീറ്റ് ഫുൾ പാക്ഡ് ആയിരിക്കും. ഇത് പുഷ്കറിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷനായ ബ്രഹ്മദേവൻ്റെ അമ്പലമാണ്. പക്ഷേ ഇവിടെ വരുന്നതിന് മുന്നേ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. ആദ്യം അവിടെ പോയിട്ട് വരാം. പുഷ്കർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ബ്രഹ്മദേവൻ്റെ അമ്പലത്തിന് വേണ്ടിയാണ്. പക്ഷേ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ വിശ്വാസം അനുസരിച്ചിട്ട് പുഷ്കർ ലേക്കിൽ ഒന്ന് മുങ്ങി കുളിച്ചിട്ട് പോകണമെന്നാണ് ഉള്ളൊരിത്. അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നതാണ് പുഷ്കർ ലേക്ക്. കണ്ടോ, വലിയ ലേക്കാണ്. 54 ഏക്കറാണ് പുഷ്കർ ലേക്കിൻ്റെ വ്യാപ്തി. ഇത് ആരവല്ലി പർവ്വതനിരകളുടെ ഇടയിൽ 52 ഘാട്ടുകളാൽ പരിപാവനമായ തീർത്ഥങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്കർ തടാകം. പത്മപുരാണമനുസരിച്ച് ബ്രഹ്മാവ് വജ്രനാഥ് എന്ന അസുരനെ താമര കൊണ്ട് വധിച്ചു എന്നും അപ്പോൾ അതിൽ നിന്നും 3 ഇതളുകൾ ഭൂമിയിൽ പതിക്കുകയും അവ ജ്യേഷ്ഠ പുഷ്കർ, കനിഷ്ക പുഷ്കർ, മധ്യ പുഷ്കർ എന്നിങ്ങനെ രൂപം കൊള്ളുകയും ചെയ്തു. ഭാരതത്തിന്റെ പഞ്ചതീർത്ഥങ്ങളിൽ മുഖ്യവും ഇവിടെ മുങ്ങി കുളിച്ചാൽ ബാക്കി തീർത്ഥങ്ങളുടെ ദർശന ഭാഗ്യവും കിട്ടുമെന്നും വിശ്വാസം. അതിനാലാണ് തീർത്ഥങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ഈ തടാകത്തിന്റെ തീരത്തു ഇരുന്നാണ് പവിത്രമായ ഗുരു ഗ്രന്ഥ് സാഹിബ് പഠിച്ചതെന്ന് പറയപ്പെടുന്നു. മുഗൾ ഭരണകാലത്തു ഈ പവിത്ര തടാകത്തിലേക്കുള്ള തീർത്ഥാടനവും പൂജയും തടസ്സപ്പെടുത്തുവാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിനായി അവർ ഹിന്ദുക്കൾ ആരാധിച്ചിരുന്ന പശുവിനെ കൊന്നു കഷ്ണങ്ങളാക്കി ഇവിടെ എറിഞ്ഞു എന്നും പറയപ്പെടുന്നു. കാലക്രമേണ ആംബർ, ബൂന്തി, ബിക്കനർ, ജയ്സാൾമീർ എന്നിവിടങ്ങളിലുള്ള രാജ്പുത് രാജാക്കന്മാരുടെ ശ്രമഫലമായി പുഷ്കർ അതിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുത്തു. അതിൽ രാജ മാൻസിംഗ്, മഹാറാണ പ്രതാപ് എന്നിവ എടുത്തു പറയപ്പെടേണ്ടവരാണ്. ഞാനപ്പോൾ ഒന്ന് മുങ്ങി കുളിച്ചിട്ട് വരാം. വെള്ളം നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ തറയിലെല്ലാം കല്ല് പാവിയിട്ടുണ്ട്. പക്ഷേ നല്ല വഴുക്കലാണ്.
ഇവിടെ ചങ്ങലയും കയറെല്ലാം കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചാണ് ഞാൻ ഇറങ്ങിയത്. കുളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തി. ഹോളിയുടെ സമയമായതിനാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച ശേഷം ഞങ്ങൾ നേരെ മുന്നിലേക്ക് നടക്കുവാണ്. ഈ ഒരു ഏരിയ, അതായത് ഇവിടെ വരെ മാത്രമേ നമുക്ക് ഫോട്ടോയും അതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ മുന്നിലേക്ക് പോവുകയാണ് ദർശനത്തിന്. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ എൻട്രൻസ് കടന്ന് മുന്നിലേക്ക് എത്തുമ്പോഴാണ് അമ്പലം കാണുന്നത്. ചതുർമുഖനായ ബ്രഹ്മദേവൻ്റെ മൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു പോരുന്നത്. സൃഷ്ടിരചയിതാവായ ബ്രഹ്മദേവന് ഒരു മുഖത്തിൽ നിന്ന് 5 മുഖവും പിന്നെ 5 മുഖത്തിൽ നിന്ന് അത് 4 ആയ കഥ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുഷ്കർ മാർക്കറ്റ് ഇതൊരു സാധാരണ വ്യാപാര സ്ഥലം മാത്രമല്ല, മറിച്ച് അതൊരു സംസ്കാരത്തിൻ്റെയും കലയുടെയും നിറമാർന്ന പ്രതിഫലനം തന്നെയാണ്. കരകൗശല വസ്തുക്കളും പൈതൃക വസ്ത്രങ്ങളും വിറ്റഴിക്കുന്ന കടകളുടെ ഒരു നീണ്ട നിര കാണുമ്പോൾ ഒരു പുത്തൻ ലോകത്തിലേക്ക് എത്തിയതുപോലെയാണ് സഞ്ചാരികൾക്ക് തോന്നുക. നിറങ്ങൾ വാരിപിതിറിയ വർണ്ണശബളങ്ങളായ വസ്ത്രങ്ങൾ, കൈകൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ, പരമ്പരാഗത രാജസ്ഥാനി ചപ്പൽ, ബാഗ് എന്നിവയെ കൂടാതെ വായിൽ വെള്ളമൂറിക്കുന്ന സുഗന്ധം പരത്തുന്ന ഭക്ഷണശാലകളും എല്ലാം ഈ മാർക്കറ്റിനെ ഒരു വേറെ ലെവലാക്കി മാറ്റുന്നുണ്ട്. കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ടാണ് ഈ ഷോപ്പിൽ കയറിയത്. ഇവിടുത്തെ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കഞ്ചാവ് ചെടിയുടെ നാര് കൊണ്ടാണ്. പലതരത്തിലുള്ള കുപ്പികൾ, പേഴ്സുകൾ, ബാഗുകൾ എന്നിവയെ കൂടാതെ ധാരാളം വിദേശ സഞ്ചാരികൾ എത്തുന്നതിനാൽ ലേഡീസിൻ്റെ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ ഒരു കമനീയ ശേഖരവും ഇവിടെയുണ്ട്. മാർക്കറ്റിലൂടെ നടന്ന് ക്ഷീണിച്ചു, ഇനി ഒരു ജ്യൂസ് കുടിക്കാം. എന്താണ് കുടിക്കുന്നത്? ഇത് മാംഗോ ജ്യൂസ് വിത്ത് പപ്പായ ജ്യൂസ്. പപ്പായ ജ്യൂസ് എനിക്കോ? ഓക്കെ. ഒരാളിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റേ ഗുലാബ് ജാമുൻ അടിപൊളി, ഇതിൻ്റെ എല്ലാ ലസ്സിയും സൂപ്പറാണ്. ഞാൻ നിങ്ങൾ വേറൊരു സാധനം കാണിച്ചു തരാം. भैया ये घी है या घी है ना? एक साधനം കണ്ടോ, ഇത് തിളക്കുന്ന ഗീയിലേക്ക് ഞാൻ കോരി ഒഴിക്കുന്നതാണ്. പിന്നെ റബഡി എന്നാണ്, റബഡിയാണോ? റബഡിയോ? അതായത് ഈ കോരി ഒഴിക്കുന്ന മെറ്റീരിയലില്ല, ഇത് പാലിൽ വരുന്ന ഒരു പ്രോസസ്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതാണ് കോരി ഒഴിച്ച് ഇരിക്കുന്നത്. ഇവർ പറയുന്നത് 8 ദിവസം വരെ കേട് കൂടാതെ ഇരിക്കുന്നത്. ഇതാണ് ആ എണ്ണയിൽ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന സാധനം. ഭയങ്കര സ്വീറ്റാണെന്നാണ് പറയുന്നത്. അതിൽ ഈ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ വെള്ളമില്ലേ, അതിലൊക്കെ മുക്കിയിട്ട് ആ ഒരു സംഭവമാണ് എന്തായാലും മുറിച്ചെടുത്ത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇവിടെ പോകണം, ഇവിടെ പറയാം. പിടിച്ചേ, ഇവിടെ വരാം. ഞാൻ കഴിച്ചു നോക്കാം. മധുരമാണ്. മധുരം മെയിനായിട്ട് ഈ ഷുഗറിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പഞ്ചസാര ലൈനിൽ മുക്കി വെച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ. ബാക്കി അത് പുറമേയുള്ള ടേസ്റ്റ്, അകത്തുനിന്നുള്ള സ്റ്റഫിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഗുലാബ് ജാമിൻ്റെ പറ്റിയിട്ടില്ല, ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. 2 പീസ് 50 രൂപയാണ്. ഞാനൊരു 4-5 പീസ് എന്തായാലും മേടിക്കാം. ജ്യൂസൊക്കെ കുടിച്ച് ക്ഷീണം മാറിയപ്പോൾ ഒരാൾ വീണ്ടും ഷോപ്പിംഗ് തുടങ്ങി. എത്ര ഡ്രസ്സ് മേടിച്ച്? 2. ഓ, ഇതാണ് ഉച്ചയ്ക്കുള്ള ലഞ്ച്. ഇതാണ് രാജസ്ഥാനിലെ ഫേമസ് ആയിട്ടുള്ള ദാൽ ബാത്തി. ദാൽ ബാട്ടി എന്നാണ് പറയുന്നത്. ഇത് ദാലാണ്. എന്നിട്ട് ഇവിടെ 2 ബോൾ പോലെ 2 സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണെന്ന് തമ്പുരാനെന്നെ അറിയാം.
ഇതിനെ കൊന്നു തിന്നണോ അതോ കശാപ്പ് ചെയ്യണോ എന്ന് കണ്ടറിയാം, എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആദ്യം ഈ ഉണ്ടാപ്പിയെ ഒന്ന് തല്ലി പൊട്ടിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന്. വലിയ പിടുത്തമൊന്നുമില്ല. ഒരാൾ അതിനെ വലിച്ച് പൊളിച്ചൊക്കെ എടുത്ത്. വിഷയൊന്നുമില്ലെന്നാ കൊള്ളാം, കുഴപ്പമില്ല. സാധനം നല്ല എരിവാണ്. അകത്ത് മൊത്തം ഈ ദാലാണ്, പരിപ്പാണ് ഇവർ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. അതെ, പരിപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പരിപ്പ്, അതിനകത്ത് ജീരകം, പിന്നെ വേറെ എന്തോ ആൽക്കോളിക് സാധനങ്ങളൊക്കെ വാരിയിട്ടിട്ടുണ്ട്. ലഞ്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി പോകുന്നത് പുഷ്കറിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസുകളിലൊന്നായ സാവിത്രി മാത ടെമ്പിളിലേക്കാണ്. ബ്രഹ്മദേവന്റെ ആദ്യ ഭാര്യയായ സാവിത്രി ദേവിയുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പുഷ്കറിന്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ്. മുകളിലെ അമ്പലത്തിലെത്താൻ പരമ്പരാഗത നടപ്പാതയ്ക്കൊപ്പം റോപ്പ് സംവിധാനവും ഉണ്ട്. ഏകദേശം 1 മണിക്കൂറോളം വേണം നടന്ന് മുകളിലെത്താൻ. എന്നാൽ റോപ്പയിലോ വെറും 5 മിനിറ്റ് മതി. ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിന്ന് ഒരാൾക്ക് 165 രൂപ നിരക്കിൽ ടിക്കറ്റും എടുത്ത് മുന്നിലേക്ക് പോയപ്പോഴാണ് ശരിക്കും പണി പാളിയതായി മനസ്സിലായത്. കാരണം നീണ്ട ക്യൂ. അവസാനം 45 മിനിറ്റ് കാത്തുന്ന ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കിട്ടി. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ റോപ്പയിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. റോപ്പേ മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോഴേക്കും പുഷ്കർ സിറ്റിയുടെ ആകാശ കാഴ്ചകൾ പുറകിൽ കണ്ടു തുടങ്ങിയിരുന്നു. ഏകദേശം 10 മിനിറ്റോളം ഉയരത്തിൽ നിന്ന് പുഷ്കർ സിറ്റിയുടെ കാഴ്ചകൾ ആസ്വദിക്കുമ്പോഴേക്കും റോപ്പേ അതിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേർന്നിരുന്നു. റോപ്പയിൽ നിന്നും ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക്. വൈകിട്ടായതിനാൽ ചൂടിന് ചെറിയ ശമനമുണ്ട്. മാത്രമല്ല അമ്പലത്തിൽ നേരിയ തിരക്കുമുണ്ട്. അമ്പലത്തിനകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാൽ ഞാൻ നിങ്ങളെ അമ്പലം മൊത്തം ഒന്ന് ചുറ്റി കാണിക്കാം. സാവിത്രി മാത ടെമ്പിളിനെ പറ്റിയുള്ള കഥ ഇങ്ങനെയാണ്. ബ്രഹ്മദേവൻ തൻ്റെ ആരാധനയ്ക്കായി പുഷ്കറിനെ തിരഞ്ഞെടുക്കുകയും അവിടെ ഒരു അമ്പലം പണിയെടുപ്പിച്ച് യാഗം നടത്തുകയും ചെയ്തു. യാഗത്തിന്റെ മുഹൂർത്തം തീരാറായിട്ടും ഭാര്യയായ സരസ്വതി ദേവി എത്താത്തതിനാൽ വേറൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ബ്രഹ്മദേവൻ ഇന്ദ്രനോട് പറഞ്ഞു. പശുവിനെ മേയ്ക്കുന്ന ശൂദ്രവംശയായ ഒരു പെൺകുട്ടിയെ ഇന്ദ്രദേവൻ കണ്ടുപിടിക്കുകയും മനുഷ്യസ്ത്രീയായ ഇവൾക്ക് ദേവഗുണം നൽകുന്നതിനു വേണ്ടി പുല്ലാക്കി മാറ്റുകയും ഒരു പശുവിനാൽ ഭക്ഷിപ്പിച്ച് പുറത്തെത്തിച്ച് ശുദ്ധീകരണം നടത്തി ഗായത്രി എന്ന് പേരു നൽകുകയും ചെയ്തു. മനുഷ്യയോനിയിൽ നിന്നും ദേവയോനിയിലേക്ക് എത്തിയതുകൊണ്ട് മാത്രമായില്ല, ബ്രഹ്മദേവന്റെ ഭാര്യയാവണമെങ്കിൽ ദൈവിക ശക്തിയും വേണം. അതിനുവേണ്ടി മഹാവിഷ്ണു തനിക്ക് നൽകിയ 4 വേദങ്ങൾ ഗായത്രി ദേവിക്ക് നൽകുകയും വേദമാത ഗായത്രി എന്ന് വരം നൽകി യജ്ഞത്തിൽ കൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോഴേക്കും യാഗത്തിലേക്ക് സാവിത്രി മാതാവ് എത്തുകയും കണ്ട കാഴ്ച ബ്രഹ്മദേവനൊപ്പം പുതിയ ഭാര്യ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതുമാണ്. മനുഷ്യനായാലും ദൈവമായാലും ഭാര്യ ഭർത്താവിനൊപ്പം വേറൊരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ കാര്യം അതോടെ തീർന്നു. ഒരു ഭാര്യയിരിക്കെ രണ്ടാമത് ഭാര്യയെ വരിച്ച് ഗൃഹസ്ഥാശ്രമത്തിന് കളങ്കം വരുത്തിയ ബ്രഹ്മദേവനെ ഒരു ഭവനത്തിലും പൂജിക്കുകയില്ലെന്ന് ശപിക്കുകയും പുഷ്കറിന്റെ ഏറ്റവും ഉയരമുള്ള ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇതിൻ്റെ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗായത്രി മാതാവിൻ്റെ അമ്പലം. അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ ഇവിടെയും മറ്റേ രണ്ടാമത്തെ ഭാര്യ ഓപ്പോസിറ്റാണ്. രണ്ടുപേരും കൂടെ ഈ രണ്ടിൻ്റെ നടുവിലായിട്ടാണ് പുഷ്കർ സിറ്റി വരുന്നത്, ബ്രഹ്മദേവൻ്റെ അമ്പലം വരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും കറക്റ്റായിട്ട് ഒരു നോട്ടപ്പുള്ളി എന്നുള്ള രീതിയിൽ ബ്രഹ്മദേവൻ്റെ അമ്പലം ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു കഥ. ഇവിടെ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഇതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു അമ്പലം കൊണ്ട് മലയുടെ, അതാണ് വേറൊരു അമ്പലം.
ഉയരത്തിൽ നിന്നുള്ള പുഷ്കർ സിറ്റിയുടെ കാഴ്ചകളും അമ്പലത്തിലെ ദർശനത്തിനും ശേഷം സന്ധ്യാരതി കാണാൻ തിരിച്ച് ഞങ്ങൾ ഘാട്ടിലെത്തി. രാജസ്ഥാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്ത കൾച്ചറൽ പ്രോഗ്രാം കണ്ടുകൊണ്ട് പുഷ്കറിന്റെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും എല്ലാവർക്കും ഹർ ഹർ മഹാദേവ്.